കൃഷ്ണ. ഈ ശിവപ്രഭാര സിദ്ധയോഗി ഓമല്ലൂരിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി. ഇവിടെ വെച്ചാണ് സമാധിയായത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ കൂടെയാണ് അദ്ദേഹം ആവിർഭാവം ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും അദ്ദേഹം വന്നിട്ടുണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലെ ഉക്രൈനിലും അങ്ങനെ പല രാജ്യങ്ങളിലും അദ്ദേഹം വന്നിട്ടുണ്ട്. പലർക്കും പല വീടുകളിലും അദ്ദേഹം ദർശനം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ പഞ്ചഭൂതങ്ങളിലാണ് ഈ സിദ്ധേശ്വരന്മാർ കുടികൊള്ളുന്നത്. അവർക്ക് സ്വന്തം ഇച്ഛപ്രകാരമാണ് ഇവർ വരുന്നത്. അവർക്ക് സ്വന്തം ഇച്ഛപ്രകാരം അവർ അപ്രത്യക്ഷമാകാമെന്ന് പറയും. കാരണം അവരൊരിക്കലും അവരുടെ ശരീരം മാത്രമേ നശിക്കുകയുള്ളൂ. വീണ്ടും അവർ ആവിർഭാവം ചെയ്യും. മറ്റൊരു ശരീരത്തിൽ പരകായ പ്രവേശത്തിലൂടെയായിരിക്കും അവർ ആവിർഭാവം ചെയ്യുന്നത്. ശിവപ്രഭാര സിദ്ധയോഗിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പല ശരീരം എടുത്തിട്ടുണ്ട്. അഘോർ മനയിൽ പൂജാരിതനായ ഇദ്ദേഹം 1200-ാം ആണ്ടിൽ വന്ന ഒരു പുണ്യാത്മാവാണ്. അദ്ദേഹം ഹിമാലയത്തിൽ പോയി ശ്രീരാമചന്ദ്ര പ്രഭു തന്നെ ഗോസായി വേഷത്തിൽ വന്ന് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി ഇതെല്ലാം യോഗവിദ്യകളും ഹഠയോഗവും എല്ലാം പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം വരുന്നത് മാസ്റ്റർ എമംഗ് മാസ്റ്റർ, അതായത് താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്ന മാതൃകയിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ഗുരുവാണ് ഇദ്ദേഹം. ഇപ്പം മാതാ അമൃതാനന്ദമയി ആയാലും ശ്രീനാരായണ ഗുരുവായാലും എല്ലാവരുടെയും ഒരു ഗുരു സ്ഥാനീയനാണ് ശിവപ്രഭാര സിദ്ധയോഗി. അദ്ദേഹത്തിൻ്റെ ആവിർഭാവവും അതിന് മൂലമാണ്. അവർ പിന്നെ സമൂഹത്തിന് വേണ്ടി പ്രയത്നിച്ച് അവർ സാമാന്യ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ദത്താത്രേയ ക്ലാസ്സാണ്. ഇവർക്ക് ഈ പഞ്ചഭൂതങ്ങളിൽ ഇവർക്ക് വലിയ ശക്തിവിശേഷം അവർക്ക് ഉണ്ട്. ഇപ്പോൾ ജലത്തിലിരിക്കുവാനും അഗ്നിയിലിരിക്കുവാനും ആകാശത്തിൽ നിൽക്കുവാനും മണ്ണിൽ അവർക്ക് നിൽക്കുവാനും എത്ര നാൾ വേണമെങ്കിലും കഴിയുവാൻ പറ്റും. ആഹാരവും ജലവും വായുവും ഒന്നുമില്ലാതെ അതിന് ഒരു പ്രത്യേക ശക്തിവിശേഷമുണ്ട് അവർക്ക് പഞ്ചഭൂതങ്ങളിൽ നിൽക്കുവാൻ. ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്, കടലിലൊക്കെ അദ്ദേഹം തപസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കാണിക്കുന്നത് ഒരു പൂർണ്ണ അവതാരം തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡെക്സാണിത്. കാരണം പഞ്ചഭൂതങ്ങൾ മുഖേനയാണല്ലോ സൃഷ്ടി ഭഗവാൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു പവർ വരണമെങ്കിൽ, രാജ്ഞാശക്തി വരണമെങ്കിൽ ഇതിൻ്റെ ഭാഗം തന്നെ ആകണമല്ലോ തീർച്ചയായും. അപ്പോൾ അതുതന്നെയാണ് ശിവപ്രഭാര സിദ്ധയോഗിയെ നമ്മൾ ദേഹരൂപത്തിലല്ല ആരാധിക്കേണ്ടത്, ബോധരൂപത്തിലാണ് എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നു. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഭഗവാനെ അറിയുവാൻ പറ്റും. ഇത് ബോധേശ്വരനാണ്. ഇനിയും വരും, ഇനിയും പല തലങ്ങളിലും ഇദ്ദേഹം പല ജന്മങ്ങളിലും വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ സിദ്ധേശ്വരന്മാർ എവിടെ വന്നാലും, ഇപ്പോൾ പാമ്പാടി സിദ്ധരായാലും ആരായാലും തന്നെ സിദ്ധേശ്വരന്മാരെല്ലാം ഒന്നാണ്, ഒരേ ആത്മസ്വരൂപമാണ്, വ്യത്യസ്തരല്ല എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ എപ്പോഴും വിസ്മരിക്കരുത്. കാരണം ഇത് ഏകത്വമുണ്ട് ഇവരുടെ കാര്യങ്ങളിൽ, അതാണ് ഒരു പ്രധാനമായ വിഷയം തന്നെ. അപ്പോൾ നമ്മൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നത് ശരീരരൂപത്തിലാണ്. സിദ്ധേശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം ശരീരരൂപത്തിലല്ല ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവർ ബ്രഹ്മവുമായിട്ട് ഐക്യപ്പെട്ട് ബ്രഹ്മ അവസ്ഥയിൽ കഴിയുന്ന പുണ്യാത്മാക്കളാണ്. അവർക്ക് ശരീരം ഒരു ഉപാധി മാത്രമാണ്. അവരുടെ യഥാർത്ഥ സ്വത്വം എന്ന് പറയുന്നത് ഒന്നിൽ അഗ്നിയായിരിക്കാം, അല്ലെങ്കിൽ വായുവായിരിക്കാം, അല്ലെങ്കിൽ ജലമായിരിക്കാം, അത് തന്നെയായിരിക്കും. അതിലേക്ക് മടങ്ങിപ്പോയിട്ട് വീണ്ടും തന്നെ അവർ ആവിർഭാവം ചെയ്യുന്നു. ഇതാണ് സിദ്ധേശ്വരന്മാരുടെ ഒരു ഉയർന്ന തലങ്ങളെന്ന് പറയുന്നത്. ഇതൊക്കെ ദത്താത്രേയ ക്ലാസ്സിൽ പെടുകയാണെങ്കിൽ 5 പേര് വന്നിട്ടുണ്ട്. 5 അവതാരങ്ങളാണ്. ശ്രീപാദ ശ്രീവല്ലഭർ, അദ്ദേഹത്തിൻ്റെ അവതാരം വളരെ പുണ്യമാണ്. 16 കലകൾ നിറഞ്ഞ ഇദ്ദേഹം 16 വയസ്സ് കഴിഞ്ഞ് വളർന്നിട്ടില്ല. അതിൻ്റെ അടുത്ത ഡിസൻഡൻ്റാണ്
നെക്സ്റ്റ് നരസിംഹ സരസ്വതി, പിന്നീട് വരുന്നതാണ് ഷിർഡി ബാബ. അപ്പോൾ ഇതൊക്കെ തന്നെ കണക്ടിവിറ്റി ഉള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവരൊക്കെ എന്തിനാണ് വരുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നെങ്കിൽ കാലത്തിനും ദേശത്തിനും സമയത്തിനും ആവശ്യപ്പെട്ടിട്ടാണ് ഭഗവാൻ ഇവരുടെ രൂപത്തിൽ അവതരിക്കുന്നത്. പല അംശ അവതാരങ്ങളും നമ്മൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഏതാണ്ട് 23 അവതാരങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. 9 പൂർണ്ണ അവതാരവും 1 കൽക്കി, അതും പൂർണ്ണം തന്നെ വരാൻ പോകുന്നു. ബാക്കി അവതാരങ്ങളും ഉണ്ടായിട്ടുണ്ട്, അംശ അവതാരങ്ങളും. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ധരിക്കേണ്ടത് ഒരു വലിയ നദിയിൽ നിന്നും ധാരാളം കൈത്തോടുകൾ ഒഴുകി താഴേക്ക് പോകും. ഇതൊക്കെ തന്നെ ആ വലിയ നദിയുടെ ഭാഗം തന്നെയാണ്, പൂർണ്ണത എത്തിയതാണ്. അവിടാണ് നമ്മൾ ആ മന്ത്രം എപ്പോഴും ഓർക്കേണ്ടത്. പൂർണ്ണമത പൂർണ്ണമിതം എന്നുള്ള ആ മന്ത്രം, പൂർണ്ണതയിൽ നിന്ന് എന്തെടുത്താലും അത് പൂർണ്ണം തന്നെ ആയിരിക്കും. ഇവരുടെ ആവിർഭാവവും അതുതന്നെയാണ്. ഹരേ കൃഷ്ണ.